നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞ ശേഷം അർജൻറ്റീന എന്തൊക്കെയാണ് ആ ഗ്രൗണ്ടിൽ വെച്ച് കാട്ടിക്കൂട്ടിയത്? സ്പെയിൻ്റെ താരങ്ങളെ തല്ലുന്നു, ഇടിക്കുന്നു, പ്രശ്നങ്ങൾ വേറെ. അതെല്ലാം കഴിഞ്ഞിട്ട് സ്പെയിന് കപ്പ് പൊക്കുമ്പോൾ പിന്തിരിഞ്ഞ് നിൽക്കുക. എല്ലാവരും, ഒരാൾ പോലും അങ്ങോട്ട് നോക്കിയത് കൈയടിക്കാനോ അതിനെ അപ്രീസിയേറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറായില്ല. എന്ത് തരത്തിലുള്ള സ്പോർട്സ്മാൻഷിപ്പാണിത്? ഒരിക്കലും സ്പോർട്സ്മാൻഷിപ്പ് അർജൻറ്റീനക്കാരെ കണ്ടു പഠിക്കരുത് എന്ന് പലരും പറയുന്നത് വെറുതെ അല്ലാന്ന് എന്ന് തോന്നിപ്പോകുന്ന പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. എന്നാൽ ഈ പിന്തിരിഞ്ഞ് നിൽപ്പ് വലിയ രൂപത്തിൽ ലോകം ചർച്ച ചെയ്തു. ഇപ്പോൾ ആ വിഷയത്തിൽ ഡാനി ഒൽമോ പ്രതികരിച്ചിരിക്കുകയാണ്. സ്പാനിഷ് താരമായിട്ടുള്ള ഡാനി ഒൽമോയുടെ പ്രതികരണം ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: വെൽ, ഇൻ ദി എൻഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നൽകുന്ന വാല്യൂസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ജനറേഷനുകൾക്ക്, ഒരുപാട് ബോയ്സിനും ഗേൾസിനും ഒക്കെ നമ്മൾ ഒരു എക്സാമ്പിളാണ്, മാതൃകയാണ്. അതുപോലെ തന്നെയാണ് അവരും ഒരുപാട് പേർക്ക് മാതൃകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ഡാനി ഒൽമോ പറയുന്നു. അത് വളരെ കൃത്യമാണ്. ഈ ദേശീയ ടീമിലെ താരങ്ങളൊക്കെ എല്ലാവർക്കും ഹീറോകളാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെ മാതൃകയാക്കാൻ ഒരുപാട് യങ് ജനറേഷൻസ് ഉണ്ട്. എന്നിരിക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത് വളരെ മോശമായി. ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.